everyone, welcome back to my YouTube channel. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഹായ്, എൻ്റെ പേര് ശില്പ. വെൽക്കം ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓസ്ട്രിയയോട് ബായ് പറഞ്ഞിട്ട് പുതിയൊരു കൺട്രിയിലെത്തി. ഏതാണ് കൺട്രി എന്ന് ഞാൻ ഇനിയും വെച്ച് താമസിപ്പിക്കുന്നില്ല. സോ വെൽക്കം ടു ബുഡാപെസ്റ്റ് ഇൻ ഹംഗറി. I'm sure most of you might be aware that Budapest is the capital of Hungary, but do you know that Buda and Pest are two different cities separated by the Danube River, and together they form the capital Budapest. And today we are going to explore the Pest side of Budapest, so let's go. പെസ്റ്റിൽ നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്തത് എന്ന് കാണിക്കുന്നതിന് മുൻപ് ലെറ്റ് മീ ഷെയർ വിത്ത് യു ദ ഡീറ്റെയിൽസ് അബൌട്ട് ട്രാൻസ്പോർട്ടേഷൻ. Once you arrive at the Budapest railway station, you can just go to the ground floor where you can find this information and tickets counter. You can get the travel card from there and that's it. The transportation in Budapest is pretty much sorted. Public transportations like trams, metro, buses, പിന്നെ സിറ്റിക്കുള്ളിൽ തന്നെ കണക്ട് ചെയ്യുന്ന ട്രെയിൻസ് ഇതെല്ലാം ഈ ട്രാവൽ കാർഡിൽ കവർ ആവുന്നുണ്ട്. ഇനി പെസ്റ്റിൽ നമ്മൾ എങ്ങനെയാണ് 1 day സ്പെൻഡ് ചെയ്തത് എന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ പോയത് പാർലമെന്റ് ബിൽഡിങ്ങിലേക്കായിരുന്നു, വിച്ച് ഈസ് വൺ ഓഫ് ദി ഐക്കോണിക് ലാൻഡ്മാർക്ക് ഇൻ ദ പെസ്റ്റ് സൈറ്റ്. ഹംഗേറിയൻ പാർലമെന്റ് ബിൽഡിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ആർക്കിടെക്ചറൽ ബ്യൂട്ടി മാത്രമല്ല അതിന്റെ സ്പെഷ്യാലിറ്റി, ഇറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദി ലാർജസ്റ്റ് പാർലമെന്റ് ബിൽഡിങ്സ് ഇൻ ദ വേൾഡ്. നെക്സ്റ്റ് നമ്മൾ കവർ ചെയ്തത് ബുഡാപെസ്റ്റിലെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഹിസ്റ്റോറിക്കൽ ലാൻഡ്മാർക്ക് ആയിരുന്നു, വിച്ച് ഈസ് ദ സെന്റ് സ്റ്റീഫൻസ് ബസിലിക്ക. ഇതൊരു റോമൻ കാത്തലിക് ബസിലിക്കയാണ്. പിന്നെ ബുഡാപെസ്റ്റിലെ ലാർജസ്റ്റ് ചർച്ച് എന്നറിയപ്പെടുന്നതും ഈ സെന്റ് സ്റ്റീഫൻസ് ബസിലിക്ക തന്നെയാണ്. Right now we are in front of one of the most beautiful cafe not only in Europe but also in the entire world, which is the New York Cafe. Wow, I'm so excited. ന്യൂയോർക്ക് കഫേയിൽ ഡിന്നറിന് മാത്രമേ റിസർവേഷൻ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച് അവർ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആ ഒരു പോളിസിയാണ്. ഞങ്ങൾ ലഞ്ചിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ കുറേ നേരം ക്യൂ നിന്നായിരുന്നു അകത്ത് കയറിയത്. പക്ഷേ അകത്ത് ചെന്നപ്പോൾ ആകെ വണ്ടറടിച്ച് നിന്നുപോയി കേട്ടോ. അതായിരുന്നു നമ്മളുടെ ന്യൂയോർക്ക് കഫേ. ന്യൂയോർക്ക് കഫേ വാസ് എ വാവ്. ഫുഡും ഓക്കെ ആയിരുന്നു, റേറ്റ് കുറച്ച്, പക്ഷെ എന്നാലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത അത്ര റേറ്റ് ഒന്നും ആയില്ല. പിന്നെ ആംബിയൻസ് വാസ് ടോപ്പ് നോച്ച്. എനിവേസ് നമ്മൾ ന്യൂയോർക്ക് കഫേയിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഇവിടുത്തെ എന്താ പറയുക, ബുഡാപെസ്റ്റ് ഐ എന്നറിയപ്പെടുന്ന ഈ ഒരു ഫെറീസ് വീൽ, ഒരു ജയൻറ്റ് വീലാണ്. ഇതിവിടുത്തെ ഒരു പാർക്കിനകത്താണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം അത്ര ഹൈലി റെക്കമെൻഡഡ് ഒന്നും അല്ല, പക്ഷേ സ്റ്റിൽ വി ജസ്റ്റ് വാണ്ടഡ് ടു ട്രൈ. നമ്മൾ സിംഗപ്പൂർ പോയപ്പോൾ അവിടുത്തെ സിംഗപ്പൂർ ഐനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു, അതുപോലെ ബുഡാപെസ്റ്റ് ഐ എന്നറിയപ്പെടുന്നത് കൊണ്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കാനൊരു കൗതുകം. സോ ലെറ്റ്സ് ട്രൈ. പേടിയുണ്ട്.
ചെയിൻ ബ്രിഡ്ജ് എന്ന് തോന്നുന്നു അല്ലേ? പാർലമെന്റ് എവിടെ? ഫെറീസ് വെയിലിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ചെയിൻ ബ്രിഡ്ജിൻ്റെ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇറ്റ് ഈസ് എ സസ്പെൻഷൻ ബ്രിഡ്ജ് വിച്ച് കണക്ട്സ് ദ ബുഡ ആൻഡ് പെസ്റ്റ്. ഈ രണ്ട് സിറ്റീസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു എന്ന് മാത്രമല്ല, രണ്ട് സിറ്റീസിലെയും പ്രോമിനൻ്റ് ആയിട്ടുള്ള ലാൻഡ് മാർക്സ്, അതായത് പെസ്റ്റ് സൈഡിലെ പാർലമെൻ്റ് ആയിക്കോട്ടെ, ബുഡ സൈഡിലെ ബുഡ കാസ്റ്റിൽ ആയിക്കോട്ടെ, ഈ ഡന്യൂബ് റിവർ ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാം അടിപൊളി വ്യൂ ഈ ബ്രിഡ്ജിൽ നിന്ന് നമുക്ക് കിട്ടും. ബുഡാപെസ്റ്റിലെ ഒരു മസ്റ്റ് ഡു ആക്ടിവിറ്റിയാണ് ഇവിടുത്തെ ഡന്യൂബ് റിവറിൽ കൂടി ഒരു ക്രൂസ് റൈഡ്. അത് ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണല്ലേ? അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു ക്രൂസ് റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് പല പല ടൈമിങ്ങിൽ അവൈലബിൾ ആണ്. ഡേ ക്രൂസ് ഉണ്ട്, ഈവനിങ് ക്രൂസ് ഉണ്ട്, നൈറ്റ് ക്രൂസ് ഉണ്ട്. മിക്ക ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് നൈറ്റ് ക്രൂസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്ക് ആക്ച്വലി ഈ ഒരു ഗോൾഡൻ അവറിലായിരുന്നു വേണം എന്ന ആഗ്രഹം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 5:30 to 6:30 ടൈമിങ്ങിൽ വരുന്ന ഒരു ക്രൂസ് റൈഡാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം കയറി കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഈ ഒരു ടൈമിങ്ങിൽ എടുക്കുന്നത് നല്ലതാണോ അല്ലയോ എന്നുള്ളത്. മേ ബി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ബ്യൂട്ടിഫുൾ ആൻഡ് റിലാക്സിങ് ക്രൂസ് റൈഡിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ബുഡാപെസ്റ്റിലെ ഒരു മെമ്മോറിയലിലേക്കായിരുന്നു, വിച്ച് ഈസ് നോൺ ആസ് ഷൂസ് ഓൺ ദി ഡന്യൂബ് ബാങ്ക്. അപ്പോൾ ഇതൊക്കെയാണ് പെസ്റ്റിൽ നമ്മൾ 1 ഡേയിൽ കവർ ചെയ്ത സ്ഥലങ്ങൾ. അതിനുശേഷം ഞങ്ങൾ നേരെ ഡിന്നറിന് പോയി. ഒരു വേഗൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, വേഗൻ ഗാർഡൻ എന്നായിരുന്നു ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര്. നമ്മൾ അവിടെ പോയിട്ട് അവിടുത്തെ ഒരു അടിപൊളി പാസ്ത ട്രൈ ചെയ്തു. അതുകൂടാതെ ബുഡാപെസ്റ്റിലെ ഒരു മെയിൻ ഡ്രിങ്ക് ആയിട്ടുള്ള പലിങ്ക, അതും നമ്മൾ അവിടുന്ന് ട്രൈ ചെയ്തു.